എനിക്ക് തൈറോയിഡുണ്ട്. പല ആൾക്കാരും വളരെ നിസ്സാരമായിട്ട് നിർദോഷമായിട്ട് പങ്കുവയ്ക്കുന്ന അവരുടെ ഒരു ആരോഗ്യ പ്രശ്നമാണ്. തൈറോയ്ഡ് എല്ലാവർക്കും ഉണ്ട്. അവരുദ്ദേശിച്ചത് അവർക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പഠനങ്ങൾ പറയുന്നത് സമൂഹത്തിലെ 5 സ്ത്രീകളിൽ ഒരാൾക്കും 10 പുരുഷന്മാരിൽ ഒരാൾക്കും ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷേ പലർക്കും അവർക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെന്ന് അവർക്ക് അറിയാറില്ല. ഹഷിമോട്ടോസ് ഹൈപ്പോതൈറോയിഡൈറ്റിസ് പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു വളരെ വിദേശ അല്ലെങ്കിൽ ഒരു ജാപ്പനീസ് പേര് പോലെ നമുക്ക് തോന്നും. പല ആൾക്കാരും കരുതുന്നത് ഇതൊരു തൈറോയ്ഡ് ഡിസ്ഫങ്ഷനാണ്, തൈറോയിഡിൻ്റെ രോഗമാണ് എന്നുള്ളതാണ്. ശരിയാണ്, ഹഷിമോട്ടോസ് ഹൈപ്പോതൈറോയിഡൈറ്റിസിന് സിംറ്റംസ് തൈറോയിഡുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ട്. പക്ഷേ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഒരു തൈറോയ്ഡ് രോഗമല്ല, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. എന്താണ് ഹഷിമോട്ടോസ് ഹൈപ്പോതൈറോയിഡിസം? എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? ഈ വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് തൈറോയിഡിൻ്റെ ചില ഫണ്ടമെൻ്റൽസ് അറിയേണ്ടത് ആവശ്യമാണ്. ഈ തൈറോയിഡ് ഗ്ലാൻഡ് നമ്മുടെ കഴുത്തിൽ, നമ്മുടെ ലാരിങ്സിൻ്റെ മുൻവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു എൻഡോക്രൈൻ ഗ്രന്ഥിയാണ്. തൈറോയിഡിന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മെറ്റബോളിക് ഗവർണർ എന്ന് വേണമെങ്കിൽ പറയാം. മെറ്റബോളിസം നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ വളരെ നിർണായകമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ ഉൽപ്പാദനം പൂർണ്ണമായിട്ടും ആശ്രയിച്ചിരിക്കുന്നത് മെറ്റബോളിസിനെയാണ്. ഈ മെറ്റബോളിസത്തിൻ്റെ വേഗത തീരുമാനിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള നിരവധി സെൻസേഴ്സ് ത്രൂ ഔട്ട് ദ ബോഡി തൈറോയിഡിനെ ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ തൈറോയിഡ് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട മറ്റ് ഗ്രന്ഥികളുമായിട്ട്, എൻഡോക്രൈൻ ഗ്രന്ഥികളുമായിട്ടും കണക്റ്റഡ് ഉണ്ട്. അത് ഹൈപ്പോതലാമസ് ആയിക്കോട്ടെ, പിറ്റ്യൂട്ടറി ആയിക്കോട്ടെ, തൈറോയിഡ് ആയിക്കോട്ടെ, അഡ്രീനൽസ് ആയിക്കോട്ടെ, ഗൊണാഡ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം കൂടെ വളരെ വെൽ കണക്റ്റഡ് ആയിട്ടുള്ളൊരു എൻഡോക്രൈൻ ആക്സിസ് നമ്മുടെ ബോഡിക്കകത്തുണ്ട്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നത്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറിയാണ്. പിറ്റ്യൂട്ടറിയെ കൊണ്ട് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസിലെ TRH എന്ന് പറഞ്ഞ മറ്റൊരു ഹോർമോണാണ്. എനിവേ, സ്റ്റിമുലേഷൻ കൊണ്ട് തൈറോയിഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 2 പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് T4 and T3. പേര് സൂചിപ്പിക്കുന്നത് പോലെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അയോഡൈൻ മോളിക്യൂളിൻ്റെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് T4 എന്നും അത് 4 മോളിക്യൂൾസ്, T3 എന്നും അത് 3 മോളിക്യൂളാണ്. ഈ T4 എന്ന് പറയുന്നത് അത്ര ആക്റ്റീവായിട്ടുള്ളൊരു തൈറോയ്ഡ് ഹോർമോൺ അല്ല, ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ളൊരു തൈറോയ്ഡ് ഹോർമോണാണ്. ശരിക്കും ആക്റ്റീവായിട്ടുള്ള തൈറോയ്ഡ് ഹോർമോൺ T3 ആണ്. T3 ആണ് ആക്റ്റീവ് ഫോം. T4നെ ആവശ്യാനുസരണം ആക്റ്റീവ് ഫോമായിട്ടുള്ള തൈറോയ്ഡ് ഹോർമോൺ, അതായത് T3 ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 2 എൻസൈംസാണ്. D1 and D2 എൻസൈംസാണ്. D1 and D2 എൻസൈംസ്, അതിൽ നിന്ന് ഒരു ഐഡിൻ മോളിക്യൂൾ പുറത്തോട്ട് എടുക്കുമ്പോഴാണ് ഇത് T3 ആവുന്നത്. T3 ആണ് നമ്മുടെ ശരീരത്തിൽ വളരെ ആക്റ്റീവായിട്ടുള്ള, ബയോളജിക്കലി ആക്റ്റീവായിട്ടുള്ള ഹോർമോൺ T3 ആണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഹോർമോൺ ഉണ്ട്, അത് റിവേഴ്സ് T3 ആണ്. RT3 എന്ന് പറയും. റിവേഴ്സ് T3 വേണമെങ്കിൽ അതിനൊരു ഡമ്മി ടൈപ്പ് ഓഫ് T3 ഹോർമോൺ എന്ന് വേണമെങ്കിൽ പറയാം. അത് അത്ര ആക്റ്റീവല്ല. അത് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം പോലെ, T3 ആവശ്യമില്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് സിസ്റ്റമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇനർട്ടായിട്ടുള്ള, ഇനാക്റ്റീവായിട്ടുള്ള ഒരു ഫോം ഓഫ് T3 ആണ്. ഇത് ഓർത്ത് വെക്കേണ്ടത് പ്രധാനമാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ T3 ഹോർമോണിൻ്റെ അളവ് അസാധാരണമായിട്ട്, റിവേഴ്സ് T3 ഹോർമോണിൻ്റെ അളവ് അസാധാരണമായിട്ട് കൂടുന്നത് ഒരു നല്ല ലക്ഷണമല്ല. പലപ്പോഴും റിവേഴ്സ് T3 ഹോർമോൺസിൻ്റെ അളവ് കൂടുന്നത് നമ്മുടെ ശരീരത്തിൽ ലോങ് ടേം ആയിട്ടുള്ള, ക്രോണിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുക, ഇൻഫ്ലമേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ പോഷകക്കുറവുകൾ ഉണ്ടാവുക, അതുപോലെ തന്നെ ചില ക്രാഷ് ഡയറ്റ് എടുക്കുന്ന ആൾക്കാരിൽ ഇത്തരത്തിലുള്ള റിവേഴ്സ് T3 ഉയർന്ന അളവ് കാണാറുണ്ട്. സോ ഇതാണ് തൈറോയ്ഡ് ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ള, തൈറോയ്ഡ് ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഫണ്ടമെൻ്റൽസ്. ഇത്രയും പ്രധാനപ്പെട്ട ഗ്രന്ഥിയായിട്ടുള്ള തൈറോയിഡും അതോടൊപ്പം തന്നെ ഇത്രയും പ്രധാനപ്പെട്ട ഹോർമോണായിട്ടുള്ള തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം? നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ TSH ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ് ഏറ്റവും ലളിതമായ മാർഗം. നോർമലി ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലിൽ TSHൻ്റെ അളവ് 0.45 to 4.5 ആണ്. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ തീർച്ചയായിട്ടും T4ൻ്റെയും T3യുടെയും കൂടെ അളവ് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അതിനും അതിൻ്റേതായിട്ടുള്ള ഒപ്റ്റിമൽ റേഞ്ചസ് ഉണ്ട്. അപ്പം നോർമലി TSHൻ്റെ അളവ് വളരെ കൂടുതലും, അതായത്
പിറ്റ്യൂട്ടറിക്ക് വളരെയധികം TSH ഉൽപ്പാദിപ്പിച്ച് തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടി വരുന്നു, ഉത്തേജിപ്പിക്കേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തൈറോയിഡ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, തൈറോയിഡ് സ്ലഗ്ഗിഷ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ TSHൻ്റെ അളവ് വളരെ കൂടുകയും ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ മിക്ക സന്ദർഭങ്ങളിലും T4ൻ്റെയും T3ൻ്റെയും അളവ് കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് ഹൈപ്പോ തൈറോയിഡിസമാണ്, അതായത് തൈറോയിഡ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ഇതിന് കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ്, വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് T4 അതിൻ്റെ സിന്തറ്റിക് ഫോം ലിവോതൈറോക്സിൻ ഒരു സപ്ലിമെൻറ്റ് രൂപത്തിൽ ദിവസേന കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ പല സന്ദർഭങ്ങളിലും ഒരുപക്ഷെ ഈ T4 സപ്ലിമെൻറ്റ് കഴിക്കുകയും TSHൻ്റെ അളവ് വീണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള റേഞ്ചിൽ വന്നാൽ പോലും പല ആൾക്കാരിലും ക്ലാസിക് ആയിട്ടുള്ള ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാറുണ്ട്. പലപ്പോഴും ടെസ്റ്റുകൾ നോർമലായിരിക്കാം, പക്ഷേ നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യവും നമ്മളോട് പറയുന്നത് നമ്മൾ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരവസ്ഥയായിരിക്കും നമ്മളോട് പറയുന്നത്. ഇത് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഒരുപക്ഷെ നമ്മൾ T4 സപ്ലിമെൻ്റ് രൂപത്തിൽ കൊടുക്കുന്നുണ്ടാവാം, പക്ഷേ ആക്റ്റീവ് ഫോമായിട്ടുള്ള T3 അതിനെ കൺവേർട്ട് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു D1, D2 എൻസൈമുകളാണ്. ഈ എൻസൈമുകൾ ഒന്ന് ഡൗൺ റെഗുലേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ T3 ഉൽപ്പാദനം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ കുറച്ചും കൂടി മുന്നോട്ട് നമുക്ക് ഈ രോഗചികിത്സയെ കാണേണ്ടത് ആവശ്യമാണ്. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രവും പ്രത്യേകിച്ച് ഫങ്ഷണൽ മെഡിസിൻ ഇത്തരമൊരു പെർസ്പെക്റ്റീവിൽ ഒരുപാട് പുതിയ ചിന്താഗതികൾ തൈറോയ്ഡ് ചികിത്സയെക്കുറിച്ചും തൈറോയിഡിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ റിവേഴ്സ് T3യുടെ അസസ്മെൻറ്റും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഒരു തൈറോയ്ഡ് ഗ്രന്ഥി നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ, നമ്മുടെ തൈറോയ്ഡ് ഫങ്ഷൻസ് നോർമൽ ആണോ എന്ന് അറിയുന്നതിന് ഡെഫിനറ്റായിട്ടും തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഫ്രീ T3, ഫ്രീ T4, റിവേഴ്സ് T3 ഇത്രയും ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. മാത്രമല്ല ഇന്ന് ഞങ്ങൾ ഫങ്ഷണൽ മെഡിസിൻ കോൺസെപ്റ്റിൽ വളരെയധികം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഈ ഫ്രീ T3ൻ്റെയും റിവേഴ്സ് T3ൻ്റെയും റേഷ്യോ. അതായത് FT3/RT3 അത് ഹെൽത്തി ആയിട്ടുള്ള റേഞ്ച് 0.25 ആണ്, 0.25 ആണ്. 0.25ൻ്റെ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പല ക്ലയൻസുകളിലും അത് 0.05, 0.03 ഒക്കെ കാണാറുണ്ട്. തീർച്ചയായിട്ടും അത് തൈറോയിഡിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ചിന്തിക്കേണ്ട സമയത്തെക്കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? ഹൈപ്പോ തൈറോയിഡിസം ആണെന്ന് കരുതി, അങ്ങനെ കരുതാൻ പ്രധാനപ്പെട്ട കാരണം ഹൈപ്പോ തൈറോയിഡിസിൻ്റെ ആയിട്ടുള്ള എല്ലാ ക്ലാസിക്കലായിട്ടുള്ള ലക്ഷണങ്ങളും ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിനും ഉണ്ടാകാം. ഇപ്പോൾ ഉദാഹരണമായി ഫെറ്റീഗ്, അതായത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, ശരീരഭാരം കൂടുക, മലബന്ധം ഉണ്ടാവുക, ഈവൻ ഡിപ്രസീവായിട്ടുള്ള എപ്പിസോഡ്സ് ഉണ്ടാവുക, തണുപ്പിനോട് ഭയങ്കര സെൻസിറ്റിവിറ്റി ഉണ്ടാവുക, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടാവുക, നഖം വളരെ ഹാർഡാവുക, ബ്രിട്ടിലാവുക, സ്കിൻ വളരെ ഡ്രൈ ആവുക, ശരീരത്തിൽ ഫ്ലൂയിഡ് റിറ്റൻഷൻ ഉണ്ടാവുക, അതുപോലെ പേശികളിൽ ക്രാംസ് ഉണ്ടാവുക, സെക്സ് ഡ്രൈവ് തന്നെ പൂറായി മാറുക, അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡിൽ ടോട്ടൽ കൊളസ്ട്രോൾ, LDL വർദ്ധിക്കുക, ബ്ലഡ് പ്രഷർ കൂടുക, ഈവൻ മെമ്മറി, അതുപോലെ തന്നെ ഫോക്കസ്, കോൺസെൻട്രേഷൻ, അതിനൊക്കെ ചലഞ്ചസ് ഉണ്ടാവുക, ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക തുടങ്ങിയിട്ടുള്ള വൈവിധ്യമാർന്നിട്ടുള്ള ഒട്ടുമിക്ക ലക്ഷണങ്ങളും ഒരു പക്ഷേ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് കാണാറുണ്ട്. അപ്പോൾ ഒരു ഡിസ്കണക്റ്റ് ഉണ്ടാകുന്ന എന്താണ്? ഇതൊരു ക്ലാസിക്കൽ തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ആണ്, തൈറോയിഡിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചതാണ് എന്ന് കരുതി ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും എന്നാൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാകാറും ഇല്ല. മാത്രമല്ല തൈറോയ്ഡ് ഹൈപ്പോ തൈറോയിഡിസം ലക്ഷണങ്ങളെല്ലാം ഈ ക്ലയൻറ്റിൽ, ഈ പേഷ്യൻറ്റിൽ ഉണ്ടാകുകയും ചെയ്യും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഒരു തൈറോയ്ഡ് സംബന്ധമായ രോഗമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ തന്നെ കോശങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളെയോ ശത്രുവാണെന്ന് കരുതി ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നു. വി പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ് എഗനിസ്റ്റ് അവർ ഓൺ സെൽസ്. നിർഭാഗ്യവശാൽ ഈ ആൻറ്റിബോഡീസ് അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ തൈറോയ്ഡ് സെൽസിനെയോ തൈറോയ്ഡിലെ പല എൻസൈംസിനെയാണ്. അതുകൊണ്ടാണ് ഈ കണ്ടീഷനിൽ തൈറോയ്ഡ് സിംറ്റംസ്, ഹൈപ്പോ തൈറോയ്ഡ് സിംറ്റംസ് ഉണ്ടാകുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള പല ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസും
ഒറ്റയ്ക്ക് മാത്രമല്ല കാണുന്നത്, പലപ്പോഴും ആ വ്യക്തികളിൽ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും ഒന്നിച്ച് കാണാറുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഹഷിമോട്ടോസ് ഉണ്ടാവാം, അല്ലെങ്കിൽ സോറിയാസിസ് ഉണ്ടാവാം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാവാം, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാവാം, സീലിയാക് ഡിസീസ്, ഇത്തരത്തിലുള്ള പല ഓട്ടോമ്യൂൺ കണ്ടീഷൻസും ഒന്നിച്ച് വരാറുണ്ട്. പഠനങ്ങൾ പറയുന്നത് ഇപ്പോൾ കാണുന്ന ഹൈപ്പോതൈറോയിഡിസത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ നല്ലൊരു ശതമാനം ഹൈപ്പോതൈറോയിഡിസവും ഹഷിമോട്ടോസ് ഹൈപ്പോതൈറോയിഡിസമാണ്. എന്താ ഇത് ഉണ്ടാകാൻ കാരണം? ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട 6 കാരണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗ്ലൂട്ടനാണ്. ഒരുപക്ഷെ ഇന്നുള്ള ഗ്ലൂട്ടൻ എന്നുള്ള വാക്ക് കേട്ടില്ലാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സർക്കിളുകളിൽ ഒരു ഹോട്ട് ടോപ്പിക്കാണ്, ഒരു ഡിസ്പ്യൂട്ടഡ് ടോപ്പിക്കാണ് ഗ്ലൂട്ടൻ. ഗ്ലൂട്ടൻ നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഗട്ടിൽ, ദഹനവ്യൂഹത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. നമ്മളുടെ ഗട്ടിൻ്റെ ഇന്നർമോസ്റ്റ് ലൈനിങ് വളരെ തിന്നായിട്ടുള്ളൊരു മെംബ്രെയിനാണ്. അതിനൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. മാത്രമല്ല ഗട്ടിനകത്ത് സൂക്ഷ്മജീവികളുടെ വലിയൊരു വ്യവസ്ഥയുണ്ട്. അത്തരത്തിലുള്ള വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സിംബയോട്ടിക് ആയിട്ടുള്ള ഒരു എൻവയറമെൻ്റാണ് നമ്മുടെ ദഹനവ്യൂഹത്തിലുള്ളത്. എന്തെങ്കിലും കാരണവശാൽ ഇത്തരത്തിലുള്ളൊരു സിംബയോട്ടിക് ആയിട്ടുള്ള ആ സൂക്ഷ്മജീവ വ്യവസ്ഥയുടെ ഒരു എൻവയറമെൻറ്റ്, ഒരു ചലഞ്ച് ഉണ്ടായാൽ, ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ലീക്കി ഗട്ട്. ലീക്കി ഗട്ട് ഒരു ഗട്ട് ഡിസ്ബയോസിസ് ഉണ്ടാക്കും. സിംബയോസിസിൽ നിന്ന് മാറി ഡിസ്ബയോസിസ് ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ അന്തരീക്ഷം അത്ര സുഖകരമല്ല. ആ ഇൻഫ്ലമേഷനും ഡിസ്ബയോസിസും ഗ്ലൂട്ടന് വളരെ ഫേവറബിളാണ്. എന്താണ് ഗ്ലൂട്ടൻ? ഗോതമ്പിലും ഓട്സിലും അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഘടകമാണ് ഗ്ലൂട്ടൻ. ഈ ഗ്ലൂട്ടനെ വേണ്ട രീതിയിൽ ദഹിപ്പിക്കുന്നതിന് നമ്മുടെ ദഹനവ്യൂഹം അത്ര സജ്ജമല്ല. ഈ ഗ്ലൂട്ടൻ നമ്മളുടെ ദഹനവ്യൂഹത്തിൻ്റെ കോശങ്ങളുടെ ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറയുന്നത് സോനുലിൻ എന്ന് പറഞ്ഞൊരു മോളിക്യൂളാണ്. ഈ സോനുലിനാണ് ഗേറ്റ് കീപ്പേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. ആരകത്ത് പോകണം, ആര് പുറത്ത് പോകണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഗേറ്റ് കീപ്പേഴ്സാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രവേശനീയത അല്ലെങ്കിൽ ഒരു പെർമിയബിലിറ്റി ഡിസൈഡ് ചെയ്യുന്നത് സോനുലിനാണ്. ഗ്ലൂട്ടൻ ക്യാൻ ട്രിഗർ സോനുലിൻ ആൻഡ് ഇറ്റ് ക്യാൻ ബ്രേക്ക് ദ സെൽ മെംബ്രെയിൻ ഓർ ദി സെൽ പെർമിയബിലിറ്റി ആൻഡ് ഇറ്റ് എൻ്റർ ഇൻ ടു യുവർ സിസ്റ്റം. നമ്മുടെ ശരീരത്തെ വ്യൂഹത്തിനകത്ത് കയറും. അകത്ത് കയറിയാൽ ഗ്ലൂട്ടൻ ഈസ് ട്രീറ്റഡ് ആസ് എ ഫോറിൻ ബോഡി. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഗ്ലൂട്ടനെതിരെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. നിർഭാഗ്യവശാൽ നമ്മുടെ ശരീരത്തിലോട്ട് എത്തിച്ചേരുന്ന ഗ്ലൂട്ടനും നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിലെ പല കോശങ്ങൾക്കും ഏകദേശം ഒരേ സ്വഭാവവും ഒരേ സാദൃശ്യമുള്ള കോശങ്ങളാണ്. ഈ ഗ്ലൂട്ടനെതിരെ ഉണ്ടാക്കുന്ന ആൻറ്റിബോഡി നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥികൾക്കെതിരെയോ അവിടുത്തെ ചില എൻസൈമുകൾക്കെതിരെയോ പ്രവർത്തിക്കാം. അവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആൻറ്റിബോഡിയാണ് തൈറോയ്ഡ് പെറോക്സിഡേസ് ആൻറ്റിബോഡി, TPO ആൻറ്റിബോഡി. അതുപോലെ തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കലായിട്ടുള്ള തൈറോഗ്ലോബിലിനെതിരെയും ആൻറ്റിബോഡി ഉണ്ടാക്കാം. അപ്പോൾ TPO ആൻറ്റിബോഡിയും TG ആൻറ്റിബോഡിയും എലിവേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും ഇവിടെ ഗ്ലൂട്ടൻ്റെ കളിയുണ്ട്. ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. പ്രശ്നം തൈറോയ്ഡിലല്ല, പ്രശ്നം വേറൊരു സ്ഥലത്താണ്. അത് ഗട്ടിലായിരിക്കാം, അത് ഗ്ലൂട്ടനെതിരെ ആയിരിക്കാം. ഞാനിപ്പോൾ പരാമർശിച്ചത് ഗോതമ്പാണ്. ഗോതമ്പ് ആരോഗ്യ സംബന്ധമായ സർക്കിളിൽ വളരെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഒരാളാണ്. പല ആൾക്കാരും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്ററി പാറ്റേൺസ് ഉള്ള പല ആൾക്കാരും അവരുടെ മനസ്സിൽ ദൈവത്തിൻ്റെ തൊട്ട് താഴെയാണ് ഗോതമ്പിൻ്റെ സ്ഥാനം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മില്ലറ്റ് അത് കവർന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഇപ്പോഴും ആ പഴയ പ്രതാപം ഗോതമ്പിനുണ്ട്. അപ്പോൾ നമ്മളിൽ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, എന്താ ഗോതമ്പ് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം? പണ്ട് മുതലേ നമ്മൾ ഗോതമ്പ് കഴിക്കുന്നതല്ലേ? നോർത്ത് ഇന്ത്യൻസും യൂറോപ്യൻസൊക്കെ ഇഷ്ടം പോലെ ഗോതമ്പ് കഴിക്കുന്നതല്ലേ? ഇവിടെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ മുമ്പ് കഴിച്ചുകൊണ്ടിരുന്ന ഗോതമ്പല്ല ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പുണ്ടായിരുന്നത് തനത് ഗോതമ്പുകളിൽ അത് വളരെ ഒരു ഷോർട്ട് വെറൈറ്റി വീറ്റ് ആയിരുന്നു. ആ വീറ്റ് വെറൈറ്റിയിൽ വളരെ കുറച്ച് ഗോതമ്പ് മണികൾ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ആ ഡ്രൈ വീറ്റ് പൗഡർ എടുത്തു കഴിഞ്ഞാൽ മേ ബി അതിൻ്റെ ഒരു ലെസ് ദാൻ 4% മാത്രമേ ഗ്ലൂട്ടൻ ഉണ്ടായിരുന്നുള്ളൂ. അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നമ്മുടെ ബോഡിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അളവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് സാങ്കേതിക വിദ്യകളിലുണ്ടായ മാറ്റം കൊണ്ട് തന്നെ ലോങ് വെറൈറ്റി വീറ്റുകളുണ്ടായി. ലോങ് വെറൈറ്റി വീറ്റുകളിൽ ഉൽപ്പാദനം കൂടി, ഗ്ലൂട്ടൻ്റെ അളവും കൂടി. ഇന്ന് പഠനങ്ങൾ പറയുന്നത് ഈ പുതിയ വെറൈറ്റി ഓഫ് വീറ്റിനകത്ത് 8 മുതൽ 12% വരെയാണ് ഡ്രൈ വീറ്റ് വെയ്റ്റിൻ്റെ ഗ്ലൂട്ടൻ്റെ കണ്ടൻറ്റ്. ഇത്രമാത്രം ഗ്ലൂട്ടൻ കൈകാര്യം ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനില്ല. മാത്രമല്ല ഇന്ന് നമ്മളുടെ ഈ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഇൻടേക്കും
കളേഴ്സും പ്രിസർവേറ്റീവ്സും ഹൈലി അർബനൈസ്ഡ് ആയിട്ടുള്ള ഈറ്റിംഗ് പാറ്റേൺസ് കൊണ്ട് നല്ലൊരു ശതമാനം ആൾക്കാരുടെയും ഗട്ട് ഓൾറെഡി കുറച്ച് ഇൻഫ്ലെയിംഡ് ആണ്. മുമ്പ് ആലോചിച്ച് നോക്കിയാൽ പണ്ട് ഇത്തരത്തിലുള്ള ഗോതമ്പുകൾ നമ്മൾ സാധാരണ കൈകാര്യം ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് താമസിച്ചിരുന്ന വീടിനടുത്ത് ഒരു ബേക്കറി ഉണ്ടായിരുന്നു. ബ്രെഡുകൾ ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസമേ ഗോതമ്പ് പുളിപ്പിക്കുമായിരുന്നു. ഈസ്റ്റുമായിട്ട് മിക്സ് ചെയ്ത് പുളിപ്പിച്ച് 8-10 മണിക്കൂർ പുളിപ്പിച്ചതിന് ശേഷമാണ് ഗോതമ്പ് കൊണ്ട് റൊട്ടിയും മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. സോ ദാറ്റ് ഈസ്റ്റ് ക്യാൻ ഹാൻഡിൽ ഗ്ലൂട്ടൻ. പക്ഷേ ഇന്ന് അത്രയും സമയം നമുക്കില്ല. ഇന്ന് അത്തരത്തിലുള്ളൊരു ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ കൂടെ അല്ല പലപ്പോഴും വീറ്റ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഗ്ലൂട്ടൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ഫുഡ് സിസ്റ്റത്തിൽ വളരെ കൂടുതലാണ്. ആൻറ്റി-TPO ആൻറ്റിബോഡീസും അതുപോലെ ആൻറ്റി-TG ആൻറ്റിബോഡീസും ഉയർന്ന അളവിൽ ഇന്ന് പല ആൾക്കാരിലും കാണാറുണ്ട്, പക്ഷേ പലർക്കും അത് അറിയില്ല. അപ്പോൾ ഇവിടെ പലപ്പോഴും റിസൾട്ട് കാണുന്നത് ഡയറ്റിൽ നിന്ന് ഈ ഗ്ലൂട്ടനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിൽ ഉണ്ടാകാറുണ്ട്. ഇനി ചില ആൾക്കാരിൽ ഒരുപക്ഷെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആൻറ്റിബോഡീസിൻ്റെ ലെവൽ ഉണ്ടാകണമെന്നില്ല, ഫോൾസ് പോസിറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാവാം. ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഫങ്ഷണൽ മെഡിസിൻ ഫോളോ ചെയ്യുന്നൊരു പ്രിൻസിപ്പിളുണ്ട്. ഞങ്ങളൊരു ഗ്ലൂട്ടൻ ഫ്രീ ചലഞ്ച് ഓഫർ ചെയ്യും. അതായത് അവർക്ക് ആൻറ്റിബോഡീസിൻ്റെ ടൈറ്റർ ഇല്ലെങ്കിൽ പോലും, ആൻറ്റിബോഡീസ് രക്തത്തിൽ കാണുന്നില്ലെങ്കിൽ പോലും മേ ബി ഒരു 3 to 6 months അവരുടെ ഡയറ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും ഗ്ലൂട്ടൻ അങ്ങ് എക്സ്പെരിമെൻ്റലായിട്ട് ഒഴിവാക്കും. ആൻഡ് ദേ റെസ്പോണ്ട്. സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് തൈറോയ്ഡ് പെർഫോമൻസിൽ കാണാറുണ്ട്. സോ ഗ്ലൂട്ടൻ ഈസ് എ നമ്പർ 1 കൾപ്രിറ്റ്. ഗ്ലൂട്ടൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം സ്ട്രെസ്സാണ്. ഇന്നത്തെ ഈ വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ടുള്ള നമ്മുടെ മോഡേൺ ലൈഫ്, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമ്മൾ ഊഹിക്കുന്നതിനും വളരെ വലുതാണ്. സ്ട്രെസ്സ്, പ്രത്യേകിച്ച് കോണിക് സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് ഹൈ ലെവൽ ഓഫ് കോർട്ടിസോളാണ്. ആൻഡ് ദിസ് ക്യാൻ ലീഡ് ടു എ കണ്ടീഷൻ കോൾഡ് ലീക്കി ബ്രെയിൻ ആൻഡ് ലീക്കി ഗട്ട്. നമ്മുടെ മസ്തിഷ്കത്തെയും അതുപോലെ തന്നെ നമ്മുടെ ദഹനവ്യൂഹത്തിൻ്റെയും ഘടനയും പ്രവർത്തനത്തെയും വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ദീർഘനാളത്തെ സ്ട്രെസ്. ആൻഡ് ദിസ് ക്യാൻ അഗെയിൻ പ്രൊഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇതും ഇത്തരത്തിലൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനോടെ നമുക്ക് ലീഡ് ചെയ്യാം. ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ന്യൂട്രീഷൻ. പല പഠനങ്ങളും പറയുന്നത് ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആൾക്കാരിൽ, അതുപോലെ തന്നെ ഹാഷിമോട്ടോസ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉള്ള പല ആൾക്കാരിലും വളരെ ഗൗരവമായിട്ടുള്ള സൂക്ഷ്മ പോഷകങ്ങളുടെ കുറവുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അയഡിൻ ആയിരിക്കാം. അയഡിൻ്റെ റോളിനെ കുറിച്ച് ഇപ്പോഴും ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ട്. അയഡിൻ അയഡിൻ്റെ അളവ് കുറവ് കാണുന്ന സമൂഹങ്ങളിൽ, ചൈന പോലത്തെ ഉള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ സ്റ്റഡീസ് പലതും പറയുന്നത് അവിടെ ഇതുപോലത്തെ ഹൈപ്പോതൈറോയിഡിക് ഈവൻസ് കുറവാണെന്നാണ് പറയുന്നത്. സ്റ്റിൽ അതൊരു ഡിബേറ്റ് ചെയ്യുന്ന ടോപ്പിക്കാണ്. അയഡിനോട് നിൽക്കട്ടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രിയൻ്റായിട്ട് പറയാൻ കഴിയുന്ന ഒന്ന് സെലീനിയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു T4 നിന്ന് T3 കൺവേർഷൻ, അത് D1 D2 എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ട് ആക്റ്റീവായിട്ടുള്ള തൈറോയ്ഡ് ഹോർമോണായിട്ടുള്ള T3 ഉണ്ടാക്കുന്നതിന് വളരെ വൈറ്റലായിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റാണ് സെലീനിയം. അതുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വൈറ്റമിനാണ് വൈറ്റമിൻ D, അതുപോലെ മെഗ്നീഷ്യം, അതുപോലെ സിങ്ക്, ഒമേഗ-3. ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസിന് വളരെ വൈറ്റലായിട്ട് റോളുണ്ട്. നിരവധി മാസങ്ങളും വർഷങ്ങളും തൈറോയ്ഡ് സപ്ലിമെൻറ്റ്സ് കഴിച്ചിട്ടും വളരെ വലിയ രീതിയിലുള്ളൊരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റാത്ത പല ആൾക്കാരിലും അവരുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുന്നത് ഹൈപ്പോതൈറോയിഡിസം ട്രീറ്റ്മെൻറ്റിന് വളരെയധികം ബെനിഫിറ്റ്സ് കിട്ടാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ് ടോക്സിസിറ്റി. ഞാൻ പറയുന്നത് അക്യൂട്ട് ടോക്സിറ്റി അല്ല, സ്ലോ ടോക്സിറ്റിയെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഇന്ന് മെർക്കുറി പോയ്സണിങ് വളരെ കൂടുതലാണ്. കാരണം കടലിൽ നിന്ന് വരുന്ന ഫിഷിലൊക്കെ തന്നെ മെർക്കുറി ലെവൽസ് കൂടുതലാണ്. അതുപോലെ പ്ലാസ്റ്റിക്സ്, ഹെർബിസൈഡ്സ്, വീഡിസൈഡ്സ്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചൊരു റിപ്പോർട്ടാണ്, എന്തിന് ഈവൻ നവജാത ശിശുക്കളുടെ അംബിലിക്കൽ കോഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ പോലും 250 പരം ടോക്സിൻസാണ് കണ്ടെത്തുന്നത്. ആ കുട്ടി ജനിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പ്രഗ്നൻസിയാണ്. പല സ്ത്രീകളും പറയാറുണ്ട് പ്രസവത്തിന് ശേഷം ഒരു 3, 4, 5 മാസം കഴിഞ്ഞപ്പോഴാണ് തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ കണ്ടെത്താൻ സാധിച്ചത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രസവം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഗർഭധാരണം എന്ന് പറയുന്നതൊക്കെ തന്നെ ഹോർമോണുകൾ വളരെയധികം ഇൻവോൾവാണ്. ഗർഭധാരണ സമയത്ത് സ്ത്രീകളിൽ ഒരു ഇമ്മ്യൂൺ സപ്രഷൻ ഉണ്ടാവും, കാരണം കുട്ടിയുള്ളത് കൊണ്ട്. മേ ബി പ്രസവത്തിന് ശേഷം അതിനകത്തൊരു വലിയൊരു ചേഞ്ച് ഉണ്ടാവുകയും ഇത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇത് ബാധിക്കുന്നുണ്ടാവും. അവിടെ നിന്ന് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിലോട്ട് വരാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് വൈറസ് ഇൻഫെക്ഷൻ.
ഇത്തരത്തിലുള്ള നിരവധി കാരണങ്ങളാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റീസൺസ്. ഈ ഹൈപ്പോതൈറോയിഡിസത്തിൽ ഗ്ലൂട്ടൻ്റെ റോളിനെ കുറിച്ചും ഗ്ലൂട്ടനും ലീക്കി ഗട്ടും തമ്മിലുള്ള റോളിനെ കുറിച്ച് ഒരുപക്ഷെ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് ഡോക്ടർ അലൻസിയോ ഫസാനോ ആണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ന്യൂട്രീഷൻ്റെയും ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെയും റോളും തമ്മിൽ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് ഡോക്ടർ ആൻ്റാണിയോ ബിയാങ്കോ എന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ബുക്ക് തൈറോയിഡിനെ കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. റീതിങ്കിങ് ഹൈപ്പോതൈറോയിഡിസം എന്നുള്ള ടൈറ്റിൽ അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. നൗ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത്ര മാത്രമാണ്. ഹൈപ്പോതൈറോയിഡിസം വളരെ നിസ്സാരമായിട്ട് കരുതേണ്ട ഒന്നല്ല. ഒരു തൈറോയ്ഡ് സപ്ലിമെൻറ്റ് കൊണ്ട് അതിനെ ജീവിതകാലം മുഴുവൻ മാനേജ് ചെയ്യാൻ കരുതുന്നത് ശരിയല്ല. കാരണം പല സന്ദർഭങ്ങളിലും ഒരു തൈറോയ്ഡ് ബേൺ ഔട്ടിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഇന്ന് വളരെ കോമൺ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മളിലുണ്ടോ എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഞാനിപ്പോൾ സംസാരിച്ച ഈ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഹൈപ്പോതൈറോയിഡിസത്തിനെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ക്യൂർ ചെയ്യാനും നമുക്ക് സാധിക്കും.